വിശ്വാസവും മഹബത്തും നഷ്ടപ്പെടുത്തിയിട്ട് ഭൗതികമായ താല്പര്യങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തേക്കുള്ള വലിയ അദാബുകൾ ഇറക്കിയിട്ട് പരീക്ഷിക്കുമെന്നാണ്. അവിടെ നമുക്ക് ജയിക്കാൻ കഴിയില്ല. ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണല്ലോ അമേരിക്ക എന്നുള്ളത്. കാലിഫോർണിയയിൽ എന്താ സംഭവിച്ചത്? ഏതെല്ലാം ആധുനിക ടെക്നോളജികൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഭയത്തിലായില്ലേ, പേടിയിലായില്ലേ. ലോകം ചരിത്രം കുറിക്കുന്ന രൂപത്തിൽ സഹായിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായ പരീക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അറിയണേ, ലോകത്ത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും വേണോ? വേണ്ടത് ഹുബ്ബുല്ലാഹി വ ഹുബ്ബു റസൂലിഹി. സ്വഹാബത്തിന്റെ ജീവിതം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനോട് വളരെയേറെ സ്നേഹവും വളരെയേറെ അടുപ്പവും ബന്ധവും കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കേൾവിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രാർത്ഥന തുടങ്ങുന്നത് അങ്ങനെയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ. ഞങ്ങളുടെ കേൾവിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കേൾവിയുടെ അവയവത്തിന്റെ കഴിവ് മരണം വരെ അത് കേൾക്കാനുള്ള തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹു അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് എങ്കിൽ ആ കഴിവ് തന്ന കേൾവി കൊണ്ട് നല്ലത് മാത്രം കേൾക്കുക എന്നുള്ളതാണ്. രണ്ടും നമ്മൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾക്ക് ചെവിയുണ്ട് എന്ന് വെച്ചിട്ട് കേട്ടോളം അറിഞ്ഞിട്ടില്ല. ഒരുപാട് പൊട്ടന്മാർ നമ്മുടെ നാട്ടിലില്ലേ? എത്ര പൊട്ടന്മാരുണ്ട്. അവർക്ക് ചെവിയുണ്ട്, നമ്മളെ പോലെ ചെവിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യൂല, കേൾക്കൂല. വേറെ ചില ആളുകൾ പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കേൾവി ശക്തി ഇങ്ങനെ കുറഞ്ഞു പോവാൻ, കേൾക്കണില്ല, അടുത്ത് വെച്ച് ഉറക്കെ പറയേണ്ടി വരുന്നു, ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടി വരുന്നു. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനുമായിട്ട് കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന് സംസാരശേഷിയും മറ്റൊന്ന് കേൾവി. എങ്കിലേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഒരാൾക്ക് സംസാരമുണ്ട്, മറ്റാൾക്ക് കേൾവിയില്ല. അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇനി ഒരാൾക്ക് കേൾവിയുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അവർ തമ്മിൽ ബന്ധം സ്ഥാപിക്കല്? അപ്പൊ രണ്ടും ആവശ്യമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ അതിപ്രധാനപ്പെട്ട അനുഗ്രഹമാണ് കേൾക്കുക എന്നുള്ളത്. അള്ളാഹു മരണം വരെ നമ്മുടെ കേൾവി ശക്തി നിലനിർത്തി തരട്ടെ. ആ കേൾവി ശക്തി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മരണം വരെ നന്മയെ കേൾക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ. കേൾവിയിൽ ബർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ലത് കേൾക്കുക, നല്ലത് കേൾക്കുക. ചിലപ്പോ ഇവിടെ വായനന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും, എന്നിട്ട് പോലും പലർക്കും എവിടെ എത്തിപ്പെടാൻ കഴിയില്ല, ഈ സദസ്സിലോട്ട് എത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവരെ കേൾവിയിൽ എന്തില്ല? അവരെ കേൾവിയിൽ എന്തില്ല? ബർക്കത്തില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച പോയിട്ടുണ്ട്, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് നേരത്തെ പോകുന്നവരുണ്ട്, ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പേ പോകുന്നവരുണ്ട്, ഖുത്ബ തുടങ്ങുന്ന നേരത്തെ എത്തുന്നവരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ജുമുഅ മാത്രം തുടങ്ങുന്ന നേരത്തെ പോകുന്നവരുണ്ട്, ഖുത്ബക്ക് കഴിയാൻ നേരത്തെ. ഇനി നേരത്തെ പോയിരുന്നവരായാൽ പോലും അവിടെ ഇരുന്നിട്ട് കൃത്യമായിട്ട് ഖുത്ബ കേൾക്കാനുള്ള കഴിവ് പോലും ചിലർക്ക് കിട്ടുന്നില്ല. കാരണം പോയിരുന്നാൽ വീട്ടില് ബെഡില് കിടക്കയിൽ കടന്നിട്ട് കിട്ടുന്ന ഉറക്കിനേക്കാളും നല്ല ഉറങ്ങുന്നവരാണ് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട്. ഓരോരുത്തരുടെ ഉറക്ക് നമുക്കിങ്ങനെ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ തിരിയുമല്ലോ. കൂർക്കമ്പരി അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ചിലാക്കി ഇല്ലാത്തത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പള്ളി മുഴുവനും കൂർക്കമ്പരി ഉണ്ടാക്കി അല്ലേ? ഏതാ ഉറക്ക്? ഈ ഉറക്കൊക്കെ ഈ ഉറക്കുന്ന എണീക്കണമെങ്കിൽ ഇമാമ് ഒന്നുകിൽ പതുക്കെ ഓതുന്ന സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ ഇമാമ് രണ്ടാമത്തെ ഖുത്ബക്ക് വേണ്ടിയിട്ടുള്ള ഇരുത്തത്തിൽ. അപ്പോഴാണ് കുറച്ച് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് വേഗം ഞെട്ടി എണീക്കുക. വേറെ ചില ആളുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇതൊക്കെ തുറന്നുമ്പോൾ എണീക്കുള്ളൂ. ആണുങ്ങളെ ഓർക്ക്, പെണ്ണുങ്ങളെ ഓർക്കോ? പെണ്ണുങ്ങൾ വാതിന്റെ സദസ്സിൽ വന്ന് തുറന്നു. അവർക്കൊരു കസാര ഒരു മൂലക്ക് കിട്ടിയാൽ ആ മൂലക്ക് കസാരയും വെച്ചിട്ട് അവരടിച്ച് തൂങ്ങും. അവർ നന്നായിട്ട് തൂങ്ങി ഉറങ്ങും. എല്ലാം കഴിയുന്ന നേരത്തെ ആരെങ്കിലും ചെയ്യണമെന്ന് മുട്ടണം, തട്ടണം, വിളിക്കണം.
അന്നേരമാണ് അവരറിയുന്നത് വയറ് കഴിഞ്ഞെന്നുള്ളത്. തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിയ പോലെ എത്തിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വയറ്? പിന്നെ അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ. അത് മാത്രം കേട്ടിട്ടില്ല. കാരണം എന്താ? ഇരുന്ന് ഉറങ്ങുകയും ചെയ്തത്. സാധുക്കളാണ് അവര്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടത്തെ പണിയും ജോലിയും കഴിഞ്ഞിട്ട് വയറിന് വരുന്ന കൂട്ടത്തിൽ ആണുങ്ങളെക്കാളും ധൃതി പിടിച്ച് തിരക്ക് പിടിച്ചിട്ട് ആരാ വീട്ടിൽ നിന്ന് ഇറങ്ങരുന്ന് അറിയോ? എന്തുകൊണ്ട്? ഒരു 5 മിനിറ്റ് അധികം റെസ്റ്റ് കിട്ടണമെങ്കിൽ എവിടെ എത്തണം? ഇവിടെ എത്തണം, ഈ ഭാരത ശാസ്ത്രത്തിലാണ്. അവർക്ക് വീട്ടിലെ റെസ്റ്റ് ഇല്ലല്ലോ. പെണ്ണുങ്ങളെ സാധുക്കളാണ്, അവർക്ക് വീട്ടിൽ റെസ്റ്റ് ഇല്ല. ആകെ റെസ്റ്റ് കിട്ടുന്നത് ഈ ഒരു 1.5 മണിക്കൂർ. നിങ്ങളിപ്പോ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, വേഗം പോവാന്ന് വെച്ചിട്ട്. പെണ്ണുങ്ങൾ പിന്നെയും പറയും, പക്ഷേ വേണ്ട നിർത്തല്ലോ, 2.5 മണിക്കൂർ കൂടി ആയിക്കോട്ടെ, 1 മണിക്കൂർ അധികം റെസ്റ്റ് കിട്ടുമല്ലോ. കാരണം എന്താ? ആ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാലോ, അല്ലേ? അവർക്കൊരു ആശ്വാസമാണത്, സമാധാനമാണ് അവരൊക്കെ. കാരണം വീട്ടില് സമാധാനമില്ല, വീട്ടിൽ റെസ്റ്റ് ഇല്ല. അലക്കലും തുടക്കലും ഫുഡ് ഉണ്ടാക്കലും ഇതൊക്കെ തന്നെയല്ലേ ഇവരെ പണി എന്ന് പറയുന്നത്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഉറങ്ങുന്നതിന് പറഞ്ഞു എന്നല്ല, പക്ഷെ അത് കേൾക്കാൻ ഒരു തൗഫീഖ് വേണം, ജുമാ കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, സലാം വീട്ടിൽ ഉടനെ ആരും പോകരുത്, ഒരു 5 മിനിറ്റ് എല്ലാവരും ദുആക്ക് ശേഷം ഇരിക്കണം, ഒരു 5 മിനിറ്റ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം തന്നെ ഒട്ടുമിക്ക ആളുകൾ അടിച്ചു പോകും. കാരണം ഇയാൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിർത്തൂല. തുടങ്ങിയ 3/4 മണിക്കൂർ, 1 മണിക്കൂർ. എന്റെ ഷോപ്പ് പോക്ക്, എന്റെ പീടിയ പോക്ക്, മാർക്കറ്റ് പോക്ക്, അല്ലേ, പലതും ബ്ലോക്കായി പോകും. പലരും നിൽക്കാതെ പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 15,000, 25,000, 50,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ദിവസത്തെ വേദന വേണ്ടിയിട്ടുള്ള ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയിട്ട് ഒരുപാട് ദൂരെ നിന്ന് കൊണ്ടുവരുന്ന ഉസ്താദിനെക്കാളേറെ നിങ്ങൾ ചെവി കൊടുക്കേണ്ടത് മുഹല്ലത്തിലെ ഖത്തീബിനാണ്. ഖത്തീബ് ഉസ്താദ് എന്താ പറയണത്? കാരണം ആ ഉസ്താദിന് ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ പള്ളിയിൽ നിലനിർത്തിയിട്ടുള്ള 5 നേരം ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? 5 വക്ത ഇമാമത്ത് മാത്രം മതി. പിന്നെ ഖത്തീബ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ഖത്തീബിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താ? ആ നാടിന്റെ എല്ലാ നന്മകളും തിന്മകളും തിരിച്ചറിയണം. എന്നിട്ടത് പറയേണ്ട രീതിയിൽ, മാന്യമായ രീതിയിൽ പറയണം, പറയേണ്ട രീതിയിൽ ഇടപെടണം. അവിടെ പിന്നെ ആള് നോക്കരുത്. പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കമ്മിറ്റി ഭാരവാഹിയാണ്, അല്ലെങ്കിൽ ഇന്ന സംഘടനയിലുള്ള ആളാണ്, അതൊന്നും അല്ല അവിടെ വിഷയം. അവിടെ എല്ലാവരും ഉസ്താദിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നാട്ടിലെ ഏത് മേധാവിയായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും എല്ലാവരും ഒരുപോലെയാണ്. അവിടെ ആ രീതിയിലായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. കാരണം പള്ളി എന്നുള്ളത് ഒരാളുടേത് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികളുടേത് മാത്രമല്ലല്ലോ പള്ളി എന്നുള്ളത്. നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാരനും, പ്രായപൂർത്തി എത്തിയിട്ടുള്ള ഓരോ ചെറുപ്പക്കാരനും അതിന്റെ ഭാരവാഹിയാണ്, മെമ്പറാണ്. അവനിക്കതിലെ ജനറൽ ബോഡിയിൽ പോലും വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം അവിടുത്തെ ജമാഅത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ടുള്ള സംസാരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നാട്ടുകാരാകുന്ന നമ്മൾ പ്രധാനമായും ചെവി കൊടുക്കണം. പള്ളിയിലെ കാര്യങ്ങള്, മഹല്ലത്തിന്റെ കാര്യങ്ങള്, ഇവിടുത്തെ സ്ഥിതിഗതികള്, സാമൂഹ്യ രീതികള്, സാംസ്കാരിക രീതികള്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പള്ളിയിലെ ഉസ്താദ് സംസാരിക്കുമ്പോ ആ ഉസ്താദിന് കൃത്യമായിട്ടും ചെവി കൊടുക്കണം നമ്മൾ. ഇവിടെ ചിലപ്പോൾ ഞാൻ സൗണ്ടിൽ പറയുമ്പോൾ നിങ്ങളെ ചെവിയൊക്കെ പൊട്ടുന്നുണ്ടാവും. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് എന്റെ സൗണ്ട് കുറക്കാൻ പറ്റൂലല്ലോ. അടുത്ത ബോക്സിന്റെ അടുത്തുനിന്ന് സൗണ്ട് പ്രശ്നം വരുന്നുള്ളവരുണ്ടെങ്കിൽ സെന്ററിലൊക്കെ മാറിയിരിക്കാൻ ഇൻഷാ അല്ലാഹ്. സെന്ററിലാവുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരില്ല. ഈ ബോക്സിന് നേരെ വരുമ്പോഴാണ് എന്തുണ്ടാകുക, സൗണ്ടിന്റെ പ്രശ്നം വരിക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ കേൾക്കാനുള്ള നല്ല മനസ്സുണ്ടാകണം. കേൾക്കുക, നല്ലത് കേൾക്കുക, നല്ലതിന് വേണ്ടിയിട്ട് ചെവി കൊടുക്കുക. ഇന്ന് 24 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ മാക്സിമം പോയാൽ 7 മണിക്കൂറൊക്കെ ആൾക്കാരുടെ ഉറക്കമുള്ളൂ. ആ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ എണീച്ചത് മുതൽക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താണ്? സംഗീതമാണ്. ഒരു മൊബൈലിൽ നിന്ന് പോലും നമ്മൾ ഓരോ സെക്കൻഡുകൾ, മിനിറ്റുകൾ വെച്ചിട്ട് നമ്മൾ കേൾക്കുന്നത് മുഴുവനും എന്തായി മാറി? മ്യൂസിക്കുകളായി മാറിയിട്ടുണ്ട്, സംഗീതമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. ഇപ്പൊ 3-4 ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് ഒരു കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവരുടെ കുറച്ചു നേരമുള്ള കുറച്ച് സംസാരം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഒരു പാട്ട് വെക്കുക. അതൊരു നല്ല ഒരു മജ്‌ലിസ് നടത്തി. ഇപ്പൊ കല്യാണം, ഒരു ഹാജിക്കാരന്റെ വീട്ടിലെ കല്യാണം, ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വൈകുന്നേരം വന്നിട്ട് നിങ്ങൾ നേർച്ചയിക്കണം, മങ്കൂസ് പോലും തോന്നണം, ഉപ്പാന്റെ പേരിൽ യാസീനും ഓതണം. ഉപ്പ മരിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു, ഉമ്മി മരിച്ചിട്ടുണ്ട്, ഒന്ന് യാസീനൊക്കെ ഓതണം എന്ന് പറഞ്ഞു. എന്തോ ഉസ്താദ് വിചാരിച്ചു ഇയാളെ ഭയങ്കര ഈമാനുള്ള മനുഷ്യനാണ്.
വൈകുന്നേരം എല്ലാ ഉസ്താന്മാരും പോയി. അവിടെ പോയി നോക്കുമ്പോൾ ഇയാളെന്നെ നേർച്ചക്കാടില്ല. ഇയാൾ എവിടെ പോയിട്ടുള്ളത്? പുറക്കാർക്ക് ഇപ്പൊ നേർച്ച വേണ്ടല്ലോ. നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെ വിളിച്ച് ഒരു 500 കൊടുക്കാം. ആ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത കഴിഞ്ഞു എന്നുള്ളതാണ്. ഉപ്പാന്റെ കണ്ണോക്കാണ്, ഉമ്മാന്റെ കണ്ണോക്കാണ്. 3-ന് അല്ലെ അല്ലെങ്കിൽ 7-ന് 70,000 ദിക്ർ ചെല്ലണം. ഉസ്താദിനെല്ലാം വിളിപ്പിച്ച് എന്നിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിക്റും ചെല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഫോൺ വിളിച്ച് നടക്കുക, അപ്പുറപ്പുറം പോയി നടക്കുക, ഇരിക്കുക, ഒന്നും ചെല്ലൂല. അങ്ങനെ കുറെ ബിരുദന്മാരുണ്ട്. ഇയാളെ മൗലിദിനെ വിളിച്ചിട്ട് മൗലിദൊക്കെ കഴിഞ്ഞ് രാത്രി മഗ്‌രിബ് കഴിഞ്ഞിട്ട് ആ വീട്ടിലത്തെ അവസ്ഥ നോക്കിയാൽ അന്ന് അസർ വരെ ഓതിയ മൗലിദ് മുഴുവൻ എന്താണ്? പാട്ടുകള്, ഗാനമേളകള്, വിവിധ തരത്തിൽ വിവിധ നാടുകളിൽ നിന്നുള്ള ഗായകന്മാര്. ഇതൊന്നും ഇല്ലാതെ എന്ത് കല്യാണ ഉസ്താദേ, എന്ത് കല്യാണം? കേൾക്കുന്നത് അധികവും ഹറാമിലേക്ക്, നമ്മൾ ചെവി കൊടുക്കുന്നത് മുഴുവനും ഹറാമ്. നമ്മുടെ കാതിന്റെ ഉപയോഗം, കേൾവിയുടെ ഉപയോഗം 75% അത് ഹറാമായി മാറുന്ന കാലം. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ വേറെ ചില ആളുകൾക്ക് എന്ത് വേണം? എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുറച്ച് ഫിത്നെങ്കിലും കേൾക്കണം. അതിന് കുറച്ച് ആൾക്കാരുണ്ട്, പള്ളിയിലേക്ക് മാത്രം വരുന്ന ടീം. അവർ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ എന്തോ ഒരു നല്ല ടൈമാണെന്നറിയോ? മഗ്‌രിബിന് പള്ളി പോയാൽ പുറക്കത്തെ പെണ്ണുങ്ങൾ പറയും, എന്റെ കെട്ടുവൻ എന്തോ ഒരു നല്ല കെട്ടുവനാണ്, മഗ്‌രിബിന് പള്ളി പോയി ഇശാക്ക് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ മഗ്‌രിബിന് പള്ളി പോയിട്ട് നിങ്ങളെ കെട്ടുവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വന്നിട്ട് സ്റ്റെപ്പിലിരിക്കും. എന്നിട്ട് 2-3 ആളെ പിടിച്ചിട്ട് ഇരുത്തും. എന്നിട്ട് നാട്ടിലത്തെ ന്യൂസ് മുഴുവൻ എങ്ങനെ ഷെയർ ചെയ്യും. അവിടുന്ന് കിട്ടിയതും അപ്പുറത്ത് കിട്ടി ഇപ്പുറത്തുനിന്ന് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് പള്ളിയിലെ ഉസ്താദ്, മുക്രി ഉസ്താദ്, പിന്നെ ഖത്തീബ് ഉസ്താദ്, അയാളെ നാട്ടിൽ പോയതും അയാളെ വന്നതും അയാളെ ഇമാമത്ത് നിന്നതും അയാളെ ബാത്റൂമിൽ പോയതും അയാൾ ഇറങ്ങിയതും എല്ലാം. ക്യാമറന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ, CC ക്യാമറന്റെ ആവശ്യമില്ല. ഒക്കെ ഇവരോട് ചോദിച്ചാൽ മതി, ഒക്കെ പറഞ്ഞു. അതിനു വേണ്ടി മാത്രം ചില നാട്ടിലൊക്കെ ഉണ്ട് പള്ളിയിലെ ഉസ്താദ് ബാങ്ക് കൊടുത്തിട്ട് സുബഹി ബാങ്ക് ഒരു ദിവസം മിസ്സായി പോയി, അറിയാതെ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, അന്ന് കൊടുത്ത ബാങ്കിന് ഇതുവരെ വരാത്ത പയ്യന്മാരാന്ന് വന്നിട്ട് കുൽമാലാക്കുക. ഇത്ര നാളെ കൊടുത്ത ബാങ്കിനൊന്നും പള്ളിയിൽ വന്നിട്ടില്ല. എന്നാ കൊടുക്കാത്ത ബാങ്കിനാണ് എന്ത് ചെയ്തത് അല്ലേ? ഈ ബാങ്കാണെങ്കിലും വിളിക്കുന്ന എന്തിനേക്കാണ്? അത് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. ബാങ്കിന് വേണ്ടിയിട്ട് ചെവി കൊടുക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അത് കേൾക്കുക എന്നുള്ളത് അത് ബറക്കത്താണ്, അത് ചെവിക്ക് നല്ലതാണ്. ഇന്ന് ബാങ്കിനെ നിഷേധിക്കാനാണ് നമ്മൾ പോകുന്നത്. പരമാവധി സൗണ്ട് കുറക്കാനാണ് നോക്കുക. കേൾക്കുന്നത് തന്നെ അലർജി ആയിട്ട് തോന്നുകയാണ് ബാങ്ക്. എന്തൊരു ഉസ്താദപ്പ ഇത് കൊടുത്തിട്ട് തീരുന്നില്ലല്ലോ ചില ആൾക്കാർ പറയാം ഇല്ലേ? വേറെ ചില ഏതൊക്കെ പള്ളി എന്നുള്ള ബാങ്കാന്ന് പഠിച്ചോനെ ഇതൊന്ന് കേട്ടിട്ട് മതിയാകുന്നില്ലല്ലോ. എന്താ ഈ പറയണത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഷഹാദത്തോടുകൂടെ അവനിലേക്കെല്ലാം അർപ്പിച്ചുകൊണ്ട് അവൻ നമ്മെ വിളിക്കുകയാണ്. ഇത് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 റുപ്യ, 15,000 റുപ്യ, 20,000 റുപ്യ മുഅദ്ദിൻ ഉസ്താദിനെ കൊടുത്തിട്ടുണ്ട് എങ്കിലും വിളിക്കുന്നത് ആരാണ് ശരിക്കും? പടച്ചോനെ നമ്മൾ വിളിക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലോട്ട് വരണേ. പടച്ചോന്റെ വിളിയാണത്, അല്ലാഹുവിന്റെ വിളിയാണത്. മോനെ, ഇവിടെയാണ് സമാധാനമുള്ളത്, ഇവിടെയാണ് വിജയമുള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരണേ എന്ന് പള്ളിയിലെ ഉസ്താദ് വിളിക്കുന്നതാണ് എങ്കിൽ പോലും ആ വിളിക്കുന്നത് പടച്ചോനാണ്. സുബഹി നേരത്ത് നമ്മളോട് പറയാറില്ലേ, സ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉചിതവും ഉത്തമവും നിനക്ക് നിസ്കാരം. കേൾക്കാൻ നമുക്ക് മനസ്സില്ല, അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അറിയണേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നന്മകൾക്ക് ചെവി കൊടുക്കേണ്ടതിന് പകരം ഫിത്നകൾക്ക് ചെവി കൊടുക്കുന്ന ഉമ്മമാരില്ലേ? അയൽവാസികളുടെ അടുത്ത് പോയിട്ട് അവരെ പറയുന്നതെല്ലാം കേട്ട് മറ്റുള്ള അയൽവാസികളുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുന്നവരില്ലേ? കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മെസ്സേജുകള്, ഇപ്പൊ വാട്സപ്പിന്റെ കാലമാണല്ലോ, ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് എന്തിനാണെന്നറിയോ? ആരെങ്കിലും ഇട്ട വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനായിട്ടൊന്നും പ്രതികരിക്കൂല, ഇവളായിട്ടൊന്നും പ്രതികരിക്കൂല. എന്ന പാതിരാ നേരത്തായാലും മറ്റുള്ളവരെന്തെങ്കിലും ഫിത്നയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി മാത്രം വാട്സപ്പ് ഓണാക്കും.
അത് കേൾക്കാൻ വേണ്ടി മാത്രം. വേറെ ചില ആളുകൾ വിളിച്ചിട്ട് പറയും, ഇവിടെ നീ ഗ്രൂപ്പ് നോക്കിയാ ഇല്ല, ഇതാ ഒറ്റമണിക്കെന്തോ പറയുന്നുണ്ട്, നീ കേട്ടു നോക്ക്. ഇനി അതിന് പ്രതികരിക്കാൻ വേണ്ടി പോവാ, അത് ഫിത്നയായി മാറുക, അത് കുലുമാലായി മാറുക, അത് കുടുംബത്തിലും അതേപോലെ തന്നെ മഹല്ലത്തിലും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഈ കേൾവിയെ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ കേൾവിയെ പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഒരാൾ മറ്റൊരാളെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങളോട് മന്ത്രിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെവി കൊടുക്കല്ലേ. അതിനായിട്ട് വാട്സപ്പ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കല്ലേ. ഫിത്ന ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഫിത്ന പറയാറില്ല, ഞാൻ ഒരാളെ പറ്റിയിട്ടും പറയാറില്ല. പക്ഷെ പലരും പറയുന്നത് കേൾക്കുന്ന സ്വഭാവമുണ്ട്, അതും പാടില്ല. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവരൊരു യാത്രക്കൊരുങ്ങുകയാണ്. അവരെ യാത്രക്കൊരുങ്ങിയ നേരത്തെ സഹായത്തിനായിട്ട് മറ്റൊരാളെയും കൂടെ കൂട്ടുന്നു. അങ്ങനെ 4 പേരും യാത്ര തുടരുകയാ. വഴിമധ്യേ അവർക്ക് വിശ്രമിക്കാൻ തോന്നിയപ്പോ അവരിങ്ങനെ വിശ്രമിക്കാനായിട്ടിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് അവരവിടെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നത്. അവരിങ്ങനെ വിശ്രമത്തിൽ ഇങ്ങനെ ഉറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്നുണർന്നു. ഉറക്കിൽ നിന്ന് ഉണർന്നപാടെ ഭക്ഷണം റെഡിയായിട്ടുണ്ടോ, കൂടെ കൂട്ടിയിട്ടുള്ളയാള് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂട്ടിയിട്ടുള്ള ആള് നല്ല ഉറക്കിലാണ്. അയാൾ എണീച്ചിട്ടേ ഇല്ല, അയാൾ ഉറക്കം എണീച്ചിട്ടില്ല, അയാൾ നന്നായിട്ട് ഉറങ്ങിയാണ്. ഇത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടിലൊരാള് പറഞ്ഞു, ഇയാള് ഭയങ്കര ഉറക്കിന്റെ ആളാണല്ലോ അല്ലേ. അങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു ദിവസം തന്നെ ഉസ്താദിന്റെ ബാക്കി മിസ്സായ പറയാം, അയാള് ഉറക്കിന്റെ ഉസ്താദാണ്. സലാത്തിലും ഉറങ്ങും, അത്തയ്യാത്തിലും ഉറങ്ങും, നിസ്കാരത്തിലും ഉറങ്ങും, മറ്റുള്ള ഒരാളെ ഉറക്കനെ നോക്കി നടക്കാൻ. ചാൻസ് കിട്ടിയ ഏതെങ്കിലും ഒരാളെ ഫിത്ന പറയാനായിട്ട് ചാൻസ് കിട്ടിയ ഉപയോഗപ്പെടുത്തും. ഇത് കണ്ടത് അയാൾ നല്ല ഉറക്കിൽ തന്നെയാണ്, നല്ല ഉറക്കിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടിലൊരാളാണ് പറഞ്ഞത്, ഇയാൾ ഭയങ്കര ഉറക്കിന്റെ ആളാണല്ലോ. ഒരാളെ പറഞ്ഞപ്പോ മറ്റാളെന്ത് ചെയ്തു? കേട്ടു. ഒരാള് പറഞ്ഞപ്പോ മറ്റാളത് കേട്ടു. അയാളെ വിളിച്ചുണർത്തി ഭക്ഷണം റെഡിയാക്കി പാചകം ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സുപ്രയിൽ വെച്ചിട്ട് കടിക്കാൻ ഒരുങ്ങുകയാണ്. അവരിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് റൊട്ടി എടുത്തിട്ട് കറി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നേരത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടോ ആയിട്ട് പറഞ്ഞു, അബൂബക്കറേ, ഉമറേ, നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ വായിൽ ഞാൻ മാംസ കഷ്ണം കാണുന്നുണ്ട്, ഇറച്ചി കഷ്ണം കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് പറഞ്ഞു, ഇല്ല നബിയേ, ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ആദ്യമായി റൊട്ടി എടുത്തിട്ടിട്ട് കറി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ വന്നതല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നബിയെ ഞങ്ങളുടെ പല്ലില്, ഞങ്ങളുടെ വായിൽ ഇറച്ചി കഷ്ണത്തെ കാണുന്നത്? ഹബീബായ നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, നേരത്തെ നിങ്ങളെ പറഞ്ഞില്ലേ, നേരത്തെ നിങ്ങൾ സഹായിയായിട്ട് കൂടെ കൂട്ടിയാള് നന്നായി ഉറങ്ങുന്നത് കണ്ടപ്പോ ഇയാള് നല്ല ഉറക്കിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ? അതെ, അത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ് സ്വഹാബാ. അത് അയാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കായി പോയി. അതുകൊണ്ട് സ്വഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതെ, നിങ്ങളുടെ 2 പേരുടെയും പല്ലിന് ഞാൻ അയാളുടെ മാംസം കാണുന്നുണ്ട്.
അയാളുടെ ഇറച്ചി നിങ്ങളുടെ പല്ലിൽ കാണുന്നുണ്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കേണ്ട താമസം രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കരയുകയാണ്. ആരാണ്? സ്വഹാബത്ത് അബൂബക്കർ തങ്ങളോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ ആണല്ലോ. സ്വഹാബ, എനിക്ക് ആകാശത്ത് രണ്ട് മന്ത്രിമാരുണ്ട്. അത് ഒന്ന് മീകായിലാണ്, മറ്റൊന്ന് ജിബ്രീലാണ്. എന്റെ ഭൂമിയിൽ എനിക്ക് രണ്ട് മന്ത്രിമാരുണ്ട്. ഒന്നെന്റെ അബൂബക്കറാണ്, മറ്റൊന്നെന്റെ ഉമറാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഇസ്രാ മിഅ്റാജിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റജബിന്റെ സന്ദേശം ഉയർത്തി മുന്നോട്ട് പോകുന്ന ദിനങ്ങളില് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട അത്ഭുതങ്ങൾ വന്നിട്ട് അവിടെ മക്ക ഖുറൈശികൾക്ക് മുന്നേ പറയുന്നതിന് മുന്നേ, അവരോട് പറയുന്നതിന് മുമ്പ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞപ്പോ ശങ്കിച്ചു നിന്നില്ല, സംശയം പ്രകടിപ്പിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടെ നിന്നോട്ട് അല്ലാഹുവിന്റെ അത്ഭുതകരമാകുന്ന ഓരോന്നും കണ്ടുകൊണ്ട് മലക്കുകളുടെ അകമ്പടിയോടുകൂടെ സ്വീകരണത്തോടുകൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലാഹുവായിട്ട് മുനാജാത്ത് നടത്തിയതാണല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധമായ ഖുർആൻ അത്ഭുതകരമാകുന്ന രീതിയിൽ യാത്രയെ പറ്റിയിട്ട്, കാഴ്ചകളെ പറ്റിയിട്ട് ഓരോന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വന്നുകൊണ്ട് അബൂബക്കർ തങ്ങളെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ ഒരു സെക്കൻഡ് പോലും, ഒരിത്തിരി സംശയം പോലും അവിടെ നിന്ന് തോന്നാത്ത വിധം യാ റസൂലല്ലാഹ്, തങ്ങളാണ് ഇത് പറയുന്നത് എങ്കിൽ നബിയേ, അബൂബക്കറിന് അതിൽ സംശയമില്ല, അതിലാശങ്കയില്ല. തങ്ങളെ ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നു നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാരാണ്? ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കണമെന്നുള്ള ചിന്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ആരാണടാ എന്റെ റസൂൽ ഇവിടുന്ന് വഫാത്തായി പോയത് എന്ന് പറയുന്നത്, അവരെ തല ഞാൻ എടുക്കുമെന്നുള്ള രീതിയിൽ ഗർജിച്ചുകൊണ്ട് അവിടെ ബോധം നഷ്ടപ്പെട്ടവരെ പോലെ പെരുമാറുന്ന ആശിഖാണ്. റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരെയും സ്നേഹിക്കാതെ ഒരു ഉമ്മത്തിനും അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ കുടിപ്പിക്കൂല. അവരെ രണ്ടുപേരെ എന്ന് മാത്രമല്ല, ഉസ്മാൻ തങ്ങളായാലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയാലും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളെ സ്നേഹിക്കാത്തവർക്ക് ഞാൻ ഹൗദുൽ കൗസർ കൊടുക്കൂല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കടിഞ്ഞാൽ പിന്നെ ഉമ്മത്തിനുള്ള നേതൃത്വം അത് അബൂബക്കർ തങ്ങളാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അവരുടെ സംസാരവും അവരുടെ സംസ്കാരവും അവരുടെ ഈമാനും അവരുടെ ജീവിത രീതിയുമാണ് നമ്മൾ അനുകരിക്കേണ്ടത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ആ സ്വഹാബത്തിന്റെ പാരമ്പര്യത്തെ അനുധാവനം ചെയ്ത് ജീവിക്കലിലൂടെയാണ് അല്ലാഹുവിന്റെ റിളയുണ്ടാകുന്നത്. അവൻ നമുക്ക് അടിഭാഗത്തിലൂടെ ഒഴുകുന്ന അടിഭാഗത്തിലൂടെ ഒഴുകുന്ന നദികളുള്ള സ്വർഗീയ ആരാമത്തെ നമുക്ക് ഒരുക്കി വെക്കുന്നത്. ആർക്ക് വേണ്ടിയാണത്? സ്വഹാബത്തിന്റെ ജീവിതം പിൻപറ്റിയവർക്കാണ്. കേൾക്കണേ, ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ബസ് സ്റ്റോപ്പിൽ
കൊണ്ടോ ശ്രദ്ധകളിൽ ഇരുന്നു കൊണ്ടോ ഇനി വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ ആളുകളെ കാണുന്ന നേരത്തോ കല്യാണപ്പുരയിലോ സൽക്കാരപ്പുരയിലോ ഉമ്മമാരെ വീടിന്റെ കോലായിലോ കിച്ചണിലോ റൂമിലോ ഇരുന്നു കൊണ്ട് ആരെങ്കിലും പറ്റിയിട്ട് ഫിത്ന പറയുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വഹാബാ നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നോട് കരഞ്ഞിട്ട് പ്രയോജനമില്ല. ആരെപ്പറ്റിയാണോ നിങ്ങളെ പറഞ്ഞത്, ആരെപ്പറ്റി പറയുന്നതാണോ നിങ്ങൾ കേട്ടത്, അതേ രണ്ടുപേരും അവരുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് ചോദിക്കണേ, അവരോട് പൊരുത്തപ്പെടിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹ് ലോകത്ത് മാതൃകായോഗ്യരായ നേതാക്കന്മാരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒരാള് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പ്രയോഗിച്ചു, കൂടെയുള്ള മറ്റൊരാൾ അത് കേട്ടോ, കുറ്റത്തിൽ രണ്ടുപേരും ഒരുപോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ നമ്മുടെ കേൾവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാളത്തെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ പകലിൽ ഞാൻ എന്തൊക്കെയാണ് കേട്ടത്, രാത്രിയിൽ ഞാൻ എന്തൊക്കെയാണ് കേട്ടത്. ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, വണ്ടി ഓടിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരുപാട് നേരം നിങ്ങൾ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് പോകാതെ പൊന്നുമോനെ മനോഹരമായ ഖുർആനിന്റെ വചനങ്ങള് അത് പാരായണം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങള് യൂട്യൂബിലുണ്ടല്ലോ. അത് വേണ്ടതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമല്ലോ. അത് മൊബൈലിൽ വെച്ചിട്ട്, അത് കാറിൽ വെച്ചിട്ട് മറ്റുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനെ ഓതുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചെവി കൊടുക്കണമെന്നാണ്. ഖുർആനിന്റെ ഓത്ത് വെച്ചിട്ട് മറ്റുള്ളത് സംസാരിക്കാൻ പാടില്ല. പലരും യാത്ര ചെയ്യുന്ന സമയത്ത്, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ റമദാനിൽ പോലും നന്നാകാൻ വേണ്ടിയിട്ട് മൊബൈലിലുള്ള പാട്ടെല്ലാം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഒരുപാട് ഖിറാഅത്തുകൾ, ഒരുപാട് സൂറത്തുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇങ്ങനെ വാഹനത്തിൽ ചങ്ങാതിമാരുമായിട്ട് ടൗണിലേക്ക് പോകുമ്പോ ഇതിങ്ങനെ ഖുർആൻ ഓത്ത് ഇങ്ങനെ വെച്ചിട്ട് പോവാണ്. അപ്പൊ ഫ്രണ്ടിലിരിക്കുന്നവനും സൈഡിലിരിക്കുന്നവനൊക്കെ വർത്താനം പറയുന്നുണ്ട്. പറ്റൂല കൂട്ടരെ, ഖുർആൻ കേൾക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു സംസാരം പാടില്ല. അതിലേക്ക് തന്നെ ചെവി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓഫാണ്, എന്നിട്ട് സംസാരിക്കണം. അങ്ങനെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കേൾവിയിൽ ബറക്കത്തുണ്ടാകാൻ അല്ലാഹുവിന്റെ റസൂൽ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലത് കേൾക്കാൻ വേണ്ടിയാണ്. നല്ല ദീനീ നസീഹത്തുകൾ കേൾക്കണം, ഉപദേശങ്ങൾ കേൾക്കണം. എല്ലാ നല്ലതും എന്ന് നിങ്ങളെ ചെവി പറയുന്നതെല്ലാം നല്ലതായി കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മളെ നല്ലതാണെന്ന് തോന്നുന്നത് ഏതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിഘാതമായിട്ടുള്ള, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വികലമാക്കിക്കൊണ്ടുള്ള പുത്തനാശയക്കാര് വഹാബികള്, അവരെ പലയിടത്തും പല പ്രസംഗങ്ങളും നടത്തുന്നവരാണല്ലോ. വാട്സപ്പിൽ അവരുടെ വീഡിയോസുകളൊക്കെ മൊബൈലിൽ വരുന്നതാണല്ലോ. കേട്ടുകൂടാ, അതിലേക്ക് ചെവി കൊടുത്തുകൂടാ. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. ഞാനെല്ലാം കേൾക്കാറുണ്ട് സാർ, ഞാനെല്ലാം കേൾക്കാറുണ്ട്. ഞാൻ സുന്നികളുടെ കേൾക്കും, ഞാൻ മുജാഹിദിന്റെ കേൾക്കും, ജമാഅത്ത് ഇസ്ലാമിന്റെ കേൾക്കും, യുക്തിവാദിന്റെതും കേൾക്കും, ഞാൻ വാദം ഇല്ലാത്തതിൻ്റെതും കേൾക്കും, എല്ലാം കേൾക്കും, എല്ലാം കേൾക്കും. എന്നിട്ട് നമ്മളൊരു വിധി എഴുതുക, ഇതൊക്കെ കേട്ടിട്ട്. ഞാൻ ആരാ? വല്ല മുറബിയായ ശേഖ് അല്ലെങ്കിൽ ഒരു മുജദ്ദിദ് അല്ലേ? നമ്മുടെ ധാരണ അങ്ങനെയാണ്. ഞാൻ മുജദ്ദിദിന്റെ ഇമാമാണ്, എനിക്കെല്ലാം കേൾക്കാം. അങ്ങനെയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വികലമാക്കുന്ന വിഭാഗത്തിന്റെ പുത്തനാശയത്തിന്റെ പ്രഭാഷണങ്ങള് അത് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കട്ടിങ്ങുകൾ, ക്ലിപ്പുകൾ കിട്ടുമ്പോ നമ്മൾ വിചാരിച്ചു പോകും, അത് പറയുന്നത് ശരിയാണല്ലോ, അവര് പറയുന്നത് ശരിയാണല്ലോ. ഇപ്പൊ റമളാനാണ് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്വഹാബത്തിനെ അംഗീകരിക്കാത്തവരാണ് പുത്തനാശയക്കാര്, വഹാബികള്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യവും അതിനുള്ള നേതൃത്വവും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാത്ത
ശപിക്കപ്പെട്ടവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പുത്തനാശയക്കാര്, 8ന്റെ ആളുകള്, 8 റക്അത്ത് നിസ്കരിക്കുന്നവര്, എന്നിട്ട് ഇവരതിനുള്ള തെളിവുകൾ പലതും കൊണ്ടുവന്ന് നമ്മളോട് പറയും, വീണുപോകല്ലേ. മശായിഖുമാരുടെ വഴിയിൽ നിന്ന് നമ്മുടെ ഈമാനിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണവര്. ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ പൂർവികരായ ആളുകൾക്ക് നൽകിയിരുന്ന ആദരവുകളെ നശിപ്പിച്ചവരാണവര്. ഗൗസുൽ-ആദമിനോടുള്ള ബഹുമാനം, അതേപോലെ തന്നെ നാട്ടിലെ പണ്ഡിതന്മാരോടുള്ള ബഹുമാനം, നാട്ടിലെ തങ്ങന്മാരോടുള്ള ബഹുമാനം, ഇന്നതെല്ലാം വഹാബികൾ എടുത്തു കളഞ്ഞു. അവരൊരു ബഹുമാനവും ആദരവും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പ്രകടനങ്ങള്. ആദരവും ബഹുമാനവും അല്ലാഹു പരിശുദ്ധരായ ആദം നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചതാണ്. ആദരവില്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് എന്തായി പോയത്? ശപിക്കപ്പെട്ടവനായി ഖിയാമത്ത് നാളെ വരെ മാറിയത്. എന്തുകൊണ്ട്? അല്ലാഹുവിനെ അനുസരിച്ചില്ല, അതോടൊപ്പം തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചില്ല. എല്ലായിടത്തും ആദരവാണ് അവർ കളയുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ പാടില്ല. ഇന്ന് അവരുടെ മെസ്സേജുകൾ, വീഡിയോസുകൾ പോലും നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നവരുണ്ട്. പുത്തനാശയക്കാരന്റെ വഹാബിയുടെ വീഡിയോസുകള് അത് നമ്മൾക്ക് നമ്മുടെ ഏതെങ്കിലും പോയിന്റുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ആശയത്തിനോട് ചേർന്ന് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ആ പുത്തനാശയക്കാരുടെ വീഡിയോസുകളൊക്കെ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നവര്, വഹാബിയുടെ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നവര്, വീഡിയോസുകൾ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നവര്, ഇതൊരു സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശമുള്ള ഈമാനുള്ള ഒരുത്തിന് ചേർന്ന പണിയല്ലാതെ. കുടുംബത്തിലൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട്, ഇതൊന്ന് കേട്ടോക്ക്, ഇതൊന്ന് കേട്ടോക്ക്, ഇതൊന്ന് കേട്ടോക്കാന്ന്. നാട്ടില് ഉറൂസ് വരുമ്പോ അതിനെ കൊളാക്കാൻ വേണ്ടിയിട്ട്, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്, ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തം കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഫിത്രകളെ കൊണ്ടുവന്ന് നടക്കും. വിശ്വസിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അപ്പൊ എല്ലാം കേൾക്കാന്നുള്ളതല്ല, കേൾക്കേണ്ട നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കാം. അതും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിന് ചേർന്നത് മാത്രം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാണ്, രക്ഷിതാക്കളോട് പറയാണ്. ഇപ്പൊ കേരളക്കരയിലൊക്കെ വന്നിട്ടുണ്ട്, എക്സസൈസിന്റെ പേര് പറഞ്ഞിട്ട്, വ്യായാമത്തിന്റെ പേര് പറഞ്ഞിട്ട് കുറെ ആളുകളെ ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ടൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലൂടെ പല ആശയങ്ങളും കടത്തിക്കൂട്ടിയിട്ട് വഹാബിസത്തിലേക്ക്, പുത്തനാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതി നമ്മൾ അറിയണം. അത് നാളെ കർണാടകയിലേക്ക് വരും. വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഉണ്ടോ? വരും, അടുത്ത് വരും, ഒക്കെ വരും. ഇന്നെല്ലാവർക്കും വേണ്ടത് അങ്ങനെയാണല്ലോ, വയറ് നിറയെ തിന്ന് എന്നിട്ട് കുറെ കൊമ്പ് വീർക്കുമ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് വെയിറ്റ് കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ ഒരു 2 മാസത്തേക്ക് വെയിറ്റ് കുറക്കാൻ നോക്കാം. വീണ്ടും വെയിറ്റ് കുറക്കാം. ഇതേ പരിപാടി. എപ്പോഴും ആ ഒരു ലെവലിൽ കൊണ്ടുപോകാന്നുള്ളത് അതൊന്നും ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ വേണ്ടുന്ന പോലെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വെറും വ്യായാമം മാത്രമായി, ഇബാദത്തില്ല. ഇബാദത്തൊക്കെ കുറഞ്ഞു. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കാം. പ്രത്യേകിച്ച് സുബഹി നമസ്കാരം അത് ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി, നടന്നു പോയി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഒന്ന്, ആരോഗ്യം നിലനിൽക്കും. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരൂല, ആരോഗ്യം തകരൂല, ഒരു വിഷമവും പ്രയാസവും വരൂല. ആ നേരത്ത് ഉറങ്ങാതെ ഉറക്കുന്ന എണീച്ചിട്ട് എന്ത് വേണം? അതിന് റമളാനിൽ മാത്രം ആകരുത്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് അവസാനം ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ കൃത്യമായി റുക്കൂ ചെയ്താൽ നടുവേദനയും മാറും, നമ്മുടെ അതേപോലെ തന്നെ കാലിന്റെ വേദന മാറും, മുട്ടിന്റെ വേദന മാറും, എല്ലാം നമുക്ക് മാറിക്കിട്ടും. ഇനി സുജൂദ് ചെയ്താലോ? സുജൂദ് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായ രീതിയിൽ നടക്കും. അത് തലച്ചോറിന് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെ അറ്റാക്ക് കുറച്ചു തരും. ഇതൊക്കെ ഗുണങ്ങളുണ്ട്, നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരിലൂടെ ഒന്ന് വുളൂ എടുക്കുന്ന സമയത്ത് പോലും മുൻകൈ കഴുകിയിട്ട് വായിൽ വെള്ളം കൊപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലേ? എന്നിട്ട് തുപ്പാൻ വേണ്ടി പറഞ്ഞു. കൊറോണ വന്നപ്പോ തിരിഞ്ഞില്ല നിങ്ങൾക്ക് മുൻകൈ കഴുകുന്നതിന്റെ ഗുണം എന്താണുള്ളത്? ഒരു മനുഷ്യന്മാരെ തിരിഞ്ഞില്ലേ? കൈ കഴുകണം എന്ന് പറഞ്ഞില്ലേ? കൈ കഴുകാൻ വെള്ളം വെച്ചില്ലേ? എല്ലാ ഓഫീസുകളിലും പോലും സാനിറ്റൈസർ വെച്ചില്ലേ? കൈ കഴുകണം. എവിടെയാണേലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. ഓരോന്നിനും ഓരോ അവയവങ്ങൾ കഴുകുന്നതിനും അതിന് പ്രത്യേകമായ ശാസ്ത്രീയ വശങ്ങളുണ്ട്. അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്, നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമുക്ക് ആ രീതിയിലുള്ള അറിവ് ലഭ്യമാകാത്തത് കൊണ്ടാണ്. ഓരോ സുന്നത്തിനും അതിന്റെ പവർ ഉണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന പഠിപ്പിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നിലനിർത്തിയിട്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിസ്കാരത്തെ നിലനിർത്തിയിട്ട് അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ തയ്യാറാകണമെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം,
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മര്യാദക്ക് കഴിക്കണം, കളയരുത്. വലത്തെ കൈ കൊണ്ടല്ലാണ്ട് തിന്നരുത്, കുടിക്കരുത്. ഇരുന്നിട്ടല്ലാണ്ട് തിന്നരുത്, കുടിക്കരുത്. വിസ്മി ചൊല്ലിയിട്ടല്ലാതെ തിന്നരുത്, കുടിക്കരുത്. അടുത്തു നിന്നല്ലാതെ തിന്നരുത്, കുടിക്കരുത്. പ്ലേറ്റ് കാലിയാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടല്ലാതെ എണീക്കരുത്. ഒരു തരി ഭക്ഷണം പോലും കളയരുത്. ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ട് വരില്ല. നിസ്കാരം കൃത്യമാക്കി, സുബഹിന്റെ നേരത്തുള്ള നിസ്കാരമൊക്കെ കൃത്യമാക്കി, അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ ആദാബുകള്, മര്യാദകള് അത് കൃത്യമായ രീതിയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ബാധിക്കൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നിങ്ങളെ വ്യായാമവും നിങ്ങളെ ജിമ്മും ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ആ ഒരു ടവലിട്ടുള്ള ഇക്കാക്കൊക്കെ എത്ര വയസ്സുണ്ടാവും? ബാക്കിൽ കണ്ണട വെച്ചിട്ടുള്ള സൈഡിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ആളെന്നെ, തിരിഞ്ഞു നോക്കുന്ന ആളെന്നെ. അതിന് എത്ര വയസ്സുണ്ട്? 76 അല്ലെ? 76 എന്നാ പറഞ്ഞു. 40 ആർക്ക്? അതല്ല, ഇയാളോടെ ഞാൻ ചോദിച്ചത്. 78 മാജി പ്രസിഡന്റ് 76 76. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ പിള്ളേര് രാത്രിയും രാവിലെയൊക്കെ ബൈക്ക് എടുത്തിട്ട് 6 പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന പോലെ പണ്ടുങ്ങൾ എവിടേക്ക് പോയിക്കൊണ്ടിരുന്നു. 76 വയസ്സിൽ എന്തൊരു മൊഞ്ചിലിരിക്കുന്നുണ്ട് നോക്കിയേ. നടന്നിട്ട് ഈ വേദന വന്നില്ലേ? നിങ്ങൾ 76 പോയിട്ട് 70 പോയിട്ട് 60 പോയിട്ട് 50 പൂർത്തിയാക്കുന്നുള്ള ഇനിയുള്ള ജനറേഷൻ ഉറപ്പ് പറയാൻ പറ്റൂല. ജിമ്മുണ്ട്, എക്സസൈസ്, ഒരു രക്ഷയില്ല. പഴയ ആളുകൾ പോയ പവറോടുകൂടെ ഇനി വരുന്ന തലമുറയിലുള്ള ആളുകള് ഇല്ല 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 ഇല്ല. അതാ ഈ കൈ കെട്ടിരിക്കുന്ന ഇക്കാക്ക് എത്ര വയസ്സുണ്ട്? 62. കണ്ടല്ലേ എന്തൊരു ആരോഗ്യം, മാഷാ അല്ലാഹ്. നമ്മളിങ്ങനെ ഒരു ചുറുചുറുക്ക്, ആ ആരോഗ്യത്തിന്റെ പവർ. എന്തുകൊണ്ട് അവരെ നമ്മളെ മാതിരി ഇങ്ങനെ രാവിലെ ഓടാൻ പോയോ? നിങ്ങൾ രാവിലെ ഓടിയിരുന്നോ ചെറുപ്പത്തില്? ഇല്ല. വ്യായാമം ചെയ്യാനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ യൂട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയില്ല, ഒന്നുമില്ല. പഴയ ആളുകള് ഭക്ഷണം കഴിക്കുന്ന രീതികൾ നോക്കിനോ? ഒരു തരി ഭക്ഷണം കളയൂല. അത് കയ്യിലിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് കൃത്യമായിട്ട് അവര് ശരിക്കും എന്ത് ചെയ്യും? ഭക്ഷണത്തിനെ പാകപ്പെടുത്തിയിട്ട് നല്ല വൃത്തിക്ക് ചവച്ചരച്ച് തിന്നും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അന്ന് ബാങ്ക് കേൾക്കാനുള്ള മൈക്കില്ലെങ്കിലും വീടിന്റെ ചുമരിലേക്കും മറ്റേ അതേപോലെ തന്നെ ഉള്ളിലേക്കൊക്കെ വരുന്ന നിഴല് നോക്കിയിട്ട് സമയം നിശ്ചയിച്ചിട്ട് നിസ്കരിക്കും. നിസ്കാരം വാക്കൂല. എന്തോ ഒരു നല്ല മനുഷ്യന്മാരാണ്. അന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്ന് വരെ അൽഹംദുലില്ലാഹ് പടച്ചോൻ അവരെ ആരോഗ്യത്തോടെ കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളിൽ നിന്ന് തിന്നല്, നടന്നു തിന്നല്, ഓടി തിന്നല്, ഇതൊക്കെയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, പടച്ചോൻ നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നീട്ടണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടുകളിൽ എല്ലാത്തിനും ബറക്കത്ത്, സമയത്തിനൊക്കെ ബറക്കത്ത് കുറഞ്ഞില്ലേ? വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? പഴയതുപോലെയാണോ? രാവിലെ എണീച്ചിട്ട് 4-4:30 മണിക്കല്ല, 5 മണിക്കൊക്കെ ചിലപ്പോ വീട്ടിൽ നിന്ന് എണീച്ചിട്ട് ഒരു ഉമ്മ 7:30 മണിക്ക് 6 മണി 6:30 മണി 7 മണിയാകുമ്പോ വീട്ടിലെല്ലാവരും നാസ്ത കഴിച്ചു. രാവിലത്തെ പ്രാതൽ കഴിച്ചു കഴിഞ്ഞു, രാവിലത്തെ നാസ്ത കഴിച്ചു കഴിഞ്ഞു. ഇന്ന് എത്ര മണിക്കാ നാസ്ത ഇട്ടത്? 9 മണിക്കോ 10 മണിക്കോ? എത്ര മണിക്കാ? അന്ന് എന്താ ഉള്ളത് പറയുങ്ങള്? അന്ന് ജ്യൂസ് മെഷീൻ ഉണ്ടോ? അന്ന് ഗ്രൈൻഡർ ഉണ്ടോ? അന്ന് മറ്റേ കരണ്ടിന്റെ കല്ലെന്ന് പറയാനുണ്ടോ? ഇല്ല. പിന്നെന്തേ? രാവിലെ എണീച്ചിട്ട് ഈ ഉമ്മ എത്ര മക്കളാണോ? ഇന്നത്തെ പോലെ 2-3 മക്കളൊന്നുമല്ല, ഒരു 1.5 കൊല്ലം കൂടുമ്പോ എന്തായാലും പഴയ ഉമ്മമാര് പ്രസവിച്ചുകൊണ്ടിരിക്കലാണ്. അങ്ങനെയാണ്. ഒരു കുടുംബത്തിൽ തന്നെ 8 മക്കള്, 11 മക്കള്, 22 മക്കളൊക്കെ ഉള്ള ആളുകളുണ്ട്. ഞങ്ങളൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ കുടുംബത്തിലൊക്കെ അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മക്കൾക്കും ഉപ്പാക്കൊക്കെ രാവിലെ എണീച്ചിട്ട് കൃഷിയിലേക്ക് പോകുമ്പോ, കൃഷിയിടങ്ങളിലേക്ക് പോകുമ്പോ, തോട്ടത്തിലേക്ക് പോകുമ്പോ, പറമ്പിലേക്ക് പോകുമ്പോ രാവിലെ 6-6:30 മണിയാകുമ്പോ നാസ്തിച്ചിട്ട് ആള് പോയി. എല്ലാവരും നാസ്ത കഴിച്ചു. ഇന്ന് എണീച്ചിട്ട് കൂടുതൽ അരക്കണ്ട, ഒന്ന് കൊണ്ടുപോയി രാത്രി പുതിർത്തി വെച്ച അരിയിനെ കൊണ്ടുപോയിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 അടി അടിക്കുമ്പോ തന്നെ അത് സംഭവം ജ്യൂസായിട്ട് കിട്ടി. ഇനി കൊണ്ടുപോയിട്ട് ഒഴിക്കേ കൊണ്ടുള്ളൂ, അല്ലേ? അത്രേ കൊണ്ടു. കറിയാണെങ്കിൽ
ഒരു അതിൽ 2-3 ഷൂ വരുമ്പോ തന്നെ അൽഹംദുലില്ലാഹ് കറിയുമായി. ഇതിനായിട്ട് കുറെ ഊതിയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണുങ്ങളെ പയ്യന്നൂരിന്റെ ഭാഗത്ത് എന്റെ ഞാൻ അറിയുന്ന സ്നേഹിതന്റെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണുങ്ങൾക്ക് അസുഖം വന്നിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഹാർട്ട് പരിശോധിച്ചിട്ട് ഡോക്ടർ ചോദിച്ചത്രേ, അല്ല ഇവര് പുകവലിക്കാറുണ്ടോ, സ്മോക്ക് ചെയ്യാറുണ്ടോ? ഡോക്ടറോട് ഇവര് ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്തമാനം പറയണത്? പെണ്ണുങ്ങളെ അല്ല, അങ്ങനെയാണ് എനിക്കിതിന്റെ ഈ ശ്വാസക്കുഴൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം അത്രക്കും പുക കയറിയിട്ടുണ്ട്. ഏത് പുകന്നറിയോ? അടുപ്പിന്റെ അടുത്ത് പഴയ കാലത്ത് ഇങ്ങനെ ഓട്ടയും പിടിച്ച് ഊതിയിട്ട് ആ ഊതിയ ഊത്ത് കാരണം കയറിയ പുകയാണത്. അല്ലാണ്ട് ഉമ്മ സ്മോക്ക് ചെയ്തതൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കേ, ഇന്നത്തെ പെണ്ണുങ്ങളോ ഊതണോ? ഒരു അത്രയും കൊണ്ടുള്ള കത്തിയില്ലേ, അതില്ലെങ്കിൽ തന്നെ ഗുലുമാലോട് ഗുലുമാല്. അല്ലാഹു റബ്ബി വിറകെടുത്തിട്ട് കൊണ്ടുപോയിട്ട് വെക്കലും കത്തിക്കലും ഇന്നുണ്ടോ? ഇല്ല. എല്ലാറ്റിനും അലക്കാൻ വേണ്ടിയിട്ട് പഴയതുപോലെ ഇങ്ങനെ കൂട്ടിയെടുത്ത് കൊണ്ടുപോകണോ? വേണ്ട. കൊണ്ടുപോയിട്ട് സാധനം കിട്ടാൻ മതി. അത് 4 കറങ്ങിയിട്ട് അത് തന്നെ ഉണക്കിയിട്ടൊക്കെ തരും. വൃത്തിയായില്ലോ എന്നുള്ളത് വേറെ കാര്യം ഇല്ലേ? ചിന്തിച്ചു നോക്ക്. ഇനി ബാത്റൂമിൽ പോകണമെന്ന് വിചാരിച്ചാൽ പോലും ദൂരെ പോണോ? വേണ്ട. പണ്ട് അങ്ങനെയല്ല, ഒരു കിണ്ടിയൊക്കെ എടുത്ത് അതിൽ വെള്ളം ഉണ്ടോ നോക്കി ആ കിണ്ടിയും വെള്ളം എടുത്തിട്ട് എത്ര ദൂരേക്കാ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി മറക്കിരിക്കാൻ വേണ്ടി പോണത്. ഇന്നങ്ങനെയല്ല, പോവാ ഇരിക്കാൻ വരിക. ഇരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? മുട്ടും കുത്തി ഇരിക്കേണ്ട ആവശ്യമില്ല. പകുതി കസേരകളിൽ ഇരുത്തം പോലെ ഇരുന്നാൽ മതി. അത്രേ വേണ്ടുള്ളൂ. എന്തെല്ലാം സുഖങ്ങളാ. എന്നിട്ട് എന്തേ ബർക്കത്തുണ്ടോ? പെണ്ണുങ്ങൾ ചോദിച്ചു നോക്കിയാൽ തീരെ സമയമില്ല എന്ന് പറയും. ഒന്നിനും സമയമില്ല. സമയം കിട്ടണില്ല. എല്ലാറ്റിലും ബർക്കത്ത് കുറഞ്ഞു. എല്ലാ വഴികളിലും ബർക്കത്ത് കുറഞ്ഞു. അല്ലാഹു നമുക്ക് ഖൈറായതിനെ നമുക്ക് തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നന്മയിലൂടെ ജീവിച്ച് നന്മ ഈമാനോട് കൂടെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എല്ലായിടങ്ങളിലും നന്മകളൊക്കെ കുറഞ്ഞോണ്ട് പോവാണ്. പഴയ കാലം പോലെയല്ല. കാലത്തിനനുസരിച്ചിട്ട് നന്മകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ബർക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാരിക് ലനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, കേൾവിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. രണ്ടാമതായിട്ട് പറഞ്ഞത് അബ്സാരിനാ, കാഴ്ചയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു നൽകിയിട്ടുള്ള കണ്ണിന്റെ കാഴ്ച അത് മരിക്കുന്നത് വരെ നിലനിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ കാഴ്ച കൊണ്ട് നല്ലത് കാണാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ കാഴ്ച മരണം വരെ നിലനിർത്തി തരട്ടെ. എപ്പോഴും ദുആ ചെയ്യണേ ഉപ്പമാരെ, ഉമ്മമാരെ. എത്ര കാലം കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ, എത്ര കാലം മക്കൾ കൈപിടിച്ചിട്ട് ടൗണിൽ കൊണ്ടുപോകും, എത്ര കാലം പള്ളിയിൽ കൊണ്ടുപോകും, എത്ര കാലം കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോകും, എത്ര കാലം നിങ്ങളെ പുരയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം പഴയ മക്കളല്ലല്ലോ. ഇന്നത്തെ മക്കൾക്ക് സമയമില്ല, നേരമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത് നന്മയിലേക്ക് നോക്കാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളതാണ്. നോട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ ജുമാ നേരത്ത് പോയിരുന്നിട്ട് പോലും അൽകഹ്ഫ് ഓതാനായിട്ട് ഒന്ന് മനസ്സ് ആഗ്രഹിച്ചു പോയാൽ, കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ടല്ലേ പലരും ഖുർആൻ ഓതുന്നത്. അവിടെയുള്ള മുസ്ഹഫ് ഉപയോഗിക്കാറില്ല. മുസ്ഹഫിലേക്കുള്ള നോട്ടം കുറഞ്ഞു പോയില്ലേ? വീട്ടിലുള്ള ഉമ്മമാരടക്കം പഴയതുപോലെയല്ല ഖുർആൻ എടുത്തിട്ട് ഓതുന്ന സ്വഭാവമൊക്കെ പോയില്ലേ? മൊബൈൽ വന്നപ്പോ നമ്മുടെയൊക്കെ ജീവിതം സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോ ഖുർആൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. മോനെ, ഖുർആനിലേക്കുള്ള നോട്ടം എന്നുള്ളത് അത് മുബാറക്കായ നോട്ടമാണ്. ആ ഖുർആനിലേക്ക് നോക്കുന്നതോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും കിട്ടുന്നുണ്ട്. ഒന്നതാത് വഴി നിങ്ങളെ അല്ലാഹു ഹിദായത്തിലാക്കുന്നു. മറ്റൊന്ന്, കണ്ണിന് കാഴ്ച കിട്ടുന്നു. ലോകത്ത് കാഴ്ച ലഭിക്കാൻ, കണ്ണിന്റെ കാഴ്ച നല്ലതുപോലെ നിലനിൽക്കാൻ നോക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലമുണ്ട്. അത് പരിശുദ്ധമായ കഅബയാണ്.
ആ കഅബ ശരീഫിലേക്ക് ഇങ്ങനെ നോക്കുക എന്നുള്ളത്. അല്ലാഹു കാണാത്തവർക്ക് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ ആഗ്രഹിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. കൊച്ചു കുഞ്ഞുമക്കള്, നമ്മൾ വലിയ സ്നേഹമുള്ള മക്കള്, നമ്മൾ എന്തെന്നില്ലാതെ സ്നേഹിക്കുന്ന മക്കള്, പോയ ആളുകൾക്ക് ഒരു പക്ഷെ അറിയാമല്ലോ, ഇങ്ങനെ കഅബയിൽ നിന്ന് അവിടെ നിന്ന് തോഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് വിട പറയുന്ന നേരത്ത് തിരിഞ്ഞു പോലും നോക്കാൻ കഴിയാത്ത വിധം അവിടെ നിന്ന് കഅബയോട് വിട പറയുന്നൊരു സമയമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എത്ര ദൂരെ നിന്നാലും സുജൂദിലേക്കാണ് നോക്കേണ്ടത് എങ്കിലും പക്ഷെ കണ്ണ് പറയുന്നത് കഅബയിലേക്ക് നോക്കണേ എന്നാണ്. കൊതി തീരുന്നില്ല, നോക്കി നോക്കിയിട്ട് കൊതി തീരാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കും മുമ്പ് അത് കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊന്നോ, കണ്ണിന് കാഴ്ച ലഭിക്കാൻ, കണ്ണിന് നല്ല പവർ ലഭിക്കാൻ പെറ്റ ഉമ്മാന്റെയും ഉപ്പാന്റെയും മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കുമോ, കരുണയോടെ നോക്കുമോ? ഉമ്മാന്റെയും ഉപ്പാന്റെയും മുഖത്ത് നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സംസാരിക്കുമോ? കണ്ണിന് കാഴ്ച കിട്ടാൻ അത് മതി. എന്ത് മതി? ഉപ്പാനും ഉമ്മാന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കണം. നോക്കൽ എങ്ങനെയാണ്? ദേഷ്യം പിടിച്ചിട്ട് അല്ലേ? ദേഷ്യം പിടിച്ചിട്ട് ഗൗരവത്തോടെ ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് കാരുണ്യത്തോടെ നോക്കണം. ആ മുഖത്ത് നോക്കിയാൽ ഉമ്മാക്ക് തോന്നണം, എന്റെ മകൻ, എന്റെ മകൾ എന്നോട് സ്നേഹത്തോടെയാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, സ്നേഹത്തോടെയാണ് എന്നെ നോക്കുന്നത്. ആ രീതിയിൽ നോക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ ഉപ്പമാരുണ്ട്, മക്കളെ ഇതുവരെ ആഴ്ചകളായി മാസങ്ങളായി ഒരേ പോരക്കുള്ള ഉപ്പയും ഒരേ പോരക്കുള്ള മോനാണ്, പക്ഷെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? രാത്രി പുറക്ക് ഉപ്പ വന്നിട്ട് കിടന്നുറങ്ങുന്നവരെ മോന് പുറക്കില്ല. ഉപ്പ എണീച്ചിട്ട് പുറക്കുന്ന് പുറത്തു പോകുന്ന നേരത്ത് വരെ മോൻ ഉറക്കുന്ന എണീച്ചിട്ടില്ല. പറഞ്ഞു മനസ്സിലായിട്ടില്ല? രാത്രി ഉപ്പ പുറക്കുണ്ടാകുന്നത് വരെ മോൻ പുറക്കില്ല. ഉപ്പ ഉറങ്ങിയതിനു ശേഷം ഉപ്പ ഉണർന്നു കഴിഞ്ഞാൽ മോൻ ഉറക്കുന്ന എണീച്ചിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടാലായോ, പല കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ ഉപ്പാനെ കണ്ടു. ഇവിടെ ഒരുപാട് പിതാക്കളും മക്കളും ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരിക്കുന്നത് വരെ ഉപ്പാന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കാൻ കഴിയണം. അത് മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്നേഹത്തോടെ നോക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കരുണയോടെ നോക്കും. ഒരുപക്ഷെ പിതാവ് നിങ്ങളെ ചീത്ത പറഞ്ഞെന്ന് വരാം, കലമ്പി എന്ന് വരാം, ദേഷ്യം പിടിച്ചിട്ട് നിങ്ങളോട് പലതും പറഞ്ഞെന്ന് വരാം. പക്ഷെ ഉപ്പാനോടോ ഉമ്മാനോടോ മറുത്ത് സംസാരിക്കാൻ പാടില്ല, തിരിച്ചൊരു വാക്ക് പറയാൻ പാടില്ല. അവരുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കാൻ പോലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എത്ര മക്കളായി ഇന്ന് ഉപ്പാന്റെ അവസ്ഥ പോലും അറിയാത്ത മക്കളുണ്ട്. നമ്മളിങ്ങനെ കാശും കേശയിൽ വെച്ചിട്ട് അടിച്ചു പൊളിക്കും. എന്നാൽ ഉപ്പയോ നമ്മുടെ മക്കൾക്ക് പുരയിലേക്ക് വരുന്ന സമയത്ത് പേരക്കുട്ടികൾക്ക് അല്ലെ, പുള്ളി മക്കൾക്ക് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ കടം മേടിച്ചിട്ടാണ് മിഠായി കൊണ്ടിരുന്നത്. 3-4 മക്കളുണ്ട്, അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന ഗൾഫിലുള്ള. എന്നിട്ടും ആ പുരയിലുള്ള ഉപ്പ ഒരു മീൻ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നത്, പാല് വാങ്ങുന്നത് കടമായിട്ടാണ്. എന്തുകൊണ്ട്? ദൈനംദിനം ചെലവിന് പോലും ഉപ്പാന്റെ കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാൻ ആ ഉപ്പാന്റെ കയ്യിൽ എന്തില്ല, ഒരു 10 രൂപ പോലുമില്ല. എന്നാൽ ഓരോ ദിവസവും ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിനും അതുപോലെ തന്നെ ടർഫിനും അതേപോലെ തന്നെ ചങ്ങാതിമാർക്കും അതേപോലെ തന്നെ നെറ്റ് ഉപയോഗത്തിനും അതേപോലെ തന്നെ വൈഫൈ എടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെലവാക്കുന്ന മക്കള് ഇന്നേ വരെ ഒരു ദിവസം പോലും ഒരു 500 രൂപ കീശയിൽ എടുത്തിട്ട് ഉപ്പാന്റെ കീശയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉപ്പ ചിലപ്പോ വേണ്ടാന്ന് പറയും. എന്തിനാ പൈസ? എനിക്ക് വേണ്ട, എന്റെ പൈസ അല്ല, എനിക്ക് വേണ്ട മോനെ, എനിക്ക് വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. എന്നാലും വേണ്ടില്ല, എന്റെ ഉപ്പ അതവിടെ വെച്ചോ, അതവിടെ ഉണ്ടായിക്കോട്ടെ. ആ കൊടുത്തതിൽ നിനക്ക് ബറക്കത്തുണ്ടെന്ന് മാത്രമല്ല, ഉള്ളതിൽ അതിലേറെ ബറക്കത്ത് അല്ലാഹു നിനക്ക് തരും. ഒരു 500 രൂപ ഉപ്പാക്ക് കൊടുത്തിട്ട് 4500 നിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ 4500-ലാണ് ബറക്കത്ത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 500 രൂപ ഉപ്പാക്ക് കൊടുത്തിട്ട് 4500 നിങ്ങളുടെ കീശയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 4500 ബറക്കത്തുണ്ട്. എന്തുകൊണ്ട്? ഉപ്പ ചോദിക്കാതെ ഉപ്പാന്റെ ഇഷ്ടം മനസ്സിലാക്കി, ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ഒരു 500 രൂപ അങ്ങോട്ട് കൊടുത്തു. ഇന്ന് ചില ഉപ്പാർക്കൊക്കെ കീശയിലേക്ക് 100 രൂപ വരണമെങ്കിൽ 2800 രൂപന്റെ കറണ്ട് ബില്ല് 2800 രൂപ വന്നു. പോരെന്ന് ഉമ്മാനോട് ഗുരുമാനാക്കി. കറണ്ട് ബില്ല് വരുമ്പോഴാണ് പുറക്ക് എപ്പോഴും യുദ്ധം ഉണ്ടായാലും, പുറക്ക് യുദ്ധം ഉണ്ടായാലേ കറണ്ട് ബില്ല് വരുമ്പോഴാണ്. അപ്പൊ എന്ത് ചെയ്തു? അധികം വന്നപ്പോ
2800 വന്നപ്പോ ഉമ്മാരുടെ പൈസ ഒക്കെ ചോദിച്ചു. ഉമ്മ 3000 കൊടുത്തു. ഈ 3000 കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ കാത്തിരിക്കാൻ. എന്തിനാണ് 2800 ബില്ലടിച്ച ബാക്കി എത്ര ഉണ്ട്? 200 രൂപ ബാക്കിയുണ്ട്. ആ 200 ആർക്ക് കിട്ടും? ഒരു 100 രൂപ 200 രൂപ കീശയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, കറണ്ട് ബില്ല് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഉപ്പാരുണ്ട്. അതുവരെ എന്റെ മക്കള് ഗൾഫിൽ നിന്ന് ഒരുപാട് അധ്വാനിച്ചിട്ട് പൈസ ഉമ്മാക്ക് കൊടുത്തയച്ചു. ഇന്ന് വരെ എന്റെ ഉപ്പാക്ക് ഇതുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ കയ്യിൽ ഇത് കൊടുക്കണേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഉമ്മാക്ക് കൊടുത്താൽ മാത്രം പോരാ, ഉപ്പാക്ക് ഒരു പൈസ നമ്മൾ കൊടുക്കണം. അവരതുകൊണ്ട് വീട് വിളിക്കോ, അവരത് കൊണ്ടുപോയിട്ട് പീടിയിൽ എന്തെങ്കിലും മറ്റുള്ള മിഠായി വാങ്ങിയിട്ട് ചെലവാക്കൽ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ, സ്വത്തുണ്ട് എങ്കിൽ കൊടുക്കണം. അതിനെപ്പോലും ആദരവോടെ കണ്ട വ്യക്തികളുണ്ട്. ഒരു കുടുംബത്തിലൊരു മോനെ വളർത്തിയിട്ട്, ആ പൊന്നുമോനെ വളർത്തി വലുതാക്കിയിട്ട്, ആ മകനെ ഉപ്പ എല്ലാം കൊടുത്തിട്ട് സഹായിച്ചിട്ട് വളർത്തിയിട്ട് ജോലി കിട്ടിയപ്പോ ആ പൊന്നുമോനെ കിട്ടിയ ശമ്പളം കൊണ്ട് വന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് ഉപ്പാക്ക് കൊടുക്കണേ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, നീ എന്നെ കൊടുത്താൽ മതി. ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് കൊടുക്കാനാവൂല, ഉമ്മന്നത് കൊടുക്കണം. മോനോട് ഒരുപാട് തവണ പറഞ്ഞിട്ട് മോൻ കൂട്ടാക്കിയില്ല. അവസാനം ഉമ്മ ചോദിച്ചു, നീ എന്തുകൊണ്ടാവും നീ കൊടുക്കാത്തത് ഉപ്പാക്ക്, എന്തുകൊണ്ട് നിനക്ക് കൊടുത്തൂടാ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ, മുമ്പ് എന്റെ ആവശ്യത്തിലേക്ക് എനിക്ക് എന്റെ പിതാവ് കാശ് തരുമ്പോ, എന്റെ പഠനത്തിന്, എന്റെ ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഉപ്പ പൈസ തരുമ്പോ എന്റെ കൈ അടിയിലും ഉപ്പാന്റെ കൈ മുകളിലുമാണ്, എന്റെ കൈ അടിയിലും ഉപ്പാന്റെ കൈ മുകളിലുമാണ്. ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ശമ്പളം കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ ഉപ്പാന്റെ കയ്യിലോട്ട് ഇത് വെച്ചു കൊടുക്കുമ്പോ എന്റെ കൈ മുകളിലും എന്റെ ഉപ്പാന്റെ കൈ താഴെയുമാകും. അതെനിക്ക് സഹിക്കൂല, അതുകൊണ്ട് ഉമ്മ കൊടുത്താൽ മതി. ഇതാണ് മക്കള് ഉപ്പാനോട് കാണിക്കുന്ന സ്നേഹവും കരുണയെന്ന് പറഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ. ഇന്ന് ഉപ്പ വരുമ്പോ മക്കള് വാട്സപ്പിലാണ്, കയറിയതറിയില്ല, അങ്ങോട്ട് ചോദിക്കണാടാ നീ എപ്പ വന്നത്, ബോംബിട്ട് ചോദിച്ചാൽ വരെയാൻ ചില ആളുകൾക്കൊക്കെ. അടുത്തിരുന്നിട്ട് ഉപ്പി ഉമ്മയും മക്കൾ ഇങ്ങനെ വർത്താനം പറഞ്ഞാലും ഓ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കുകയില്ല. ഉപ്പാനോട് വർത്താനം പറയുന്നുണ്ടോ ചോദിച്ചേക്കാം, ഒരു മൂളല്. അങ്ങനെ തന്നെ പൊമ്മക്കള്, വീട്ടിലുള്ള പൊമ്മക്കള് മൊബൈല് നോക്കുക, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കൂല, ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കൂല. ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കരുണയോടുകൂടെ മാതാപിതാക്കളെ ഏതെങ്കിലും മക്കൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് അവന്റെ കരുണ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഉപ്പാനോടുള്ള കടമ എന്ന് പറയുന്നത് ചില്ലറയല്ല, ഒരു പിതാവിനോടുള്ള കടമ എന്ന് പറയുന്നത് ചില്ലറയല്ല. ആ പിതാവിന്റെ കാര്യത്തെ ശ്രദ്ധിക്കുക, നോക്കുക, പരിപാലിക്കുക എന്ന് പറയുന്നത് അവരെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് മാത്രമല്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു യാത്രയിൽ അവിടുത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അങ്ങാടിയിൽ അറാബിയായ മനുഷ്യനെ കണ്ടപ്പോ ആ അറാബിയായ മനുഷ്യന്റെ അടുത്ത് ചെന്ന് അയാളെ ഇബ്നു ഉമർ തങ്ങളുടെ വാഹനത്തിൽ കയറ്റി, എന്നിട്ട് ഇബ്നു ഉമർ തങ്ങളുടെ തലപ്പാവ് അടിച്ചിട്ട് തലപ്പാവ് എടുത്തിട്ട് ഈ അറാബിയായ മനുഷ്യന്റെ തലയിൽ വെച്ചു കൊടുത്തു. ഇത് സ്വഹാബത്ത് കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട അനുയായിയാകുന്ന സ്വഹാബിയാകുന്ന ഇബ്നു ഉമർ തങ്ങളോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അവരൊരു അറാബിയായ മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ കയറ്റിയിട്ട് നിങ്ങളുടെ തലപ്പാവും കൂടി അയാൾക്ക് വെച്ചു കൊടുത്ത് ആദരിച്ചത് എന്തിന്റെ പേരിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. സ്വഹാബത്തെ, അവരാരാണെന്നറിയുമോ? അവരൊരു അറാബിയാണ് എങ്കിലും, അവരൊരു കാട്ടറബിയാണ് എങ്കിലും നിങ്ങൾക്ക് കേൾക്കണോ? അതെന്റെ പിതാവിന്റെ ചങ്ങാതിയാണ്, എന്റെ ഉപ്പാന്റെ ചങ്ങാതിയാണ്. എന്റെ ഉപ്പാന്റെ ചങ്ങാതിയെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പാന്റെ സ്നേഹിതനെ ബഹുമാനിക്കാതെ ഒരു മക്കളും മാതാപിതാക്കളോടുള്ള കടമ നിർവഹിച്ചവരായിട്ടില്ല. ഇവിടെ ഒരു പിതാവ് മരണപ്പെട്ടാ പോലും ആ പിതാവിന്റെ ചങ്ങാതിമാരെ കാണലും ആദരിക്കലും സൽക്കരിക്കലുമല്ല. അതുപോലും പിതാവിനെ
അതിനോടുള്ള കടമയിൽ ബന്ധപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പിതാവിന്റെ മുഖത്തേക്ക് കരുണയോടെ നോക്കണേ. ഇവിടെ ഒരുപാട് വയോധികന്മാരായ ഉപ്പാപ്പമാരായ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവരെ നോക്കാൻ പറ്റിയില്ല. ഇന്നവരെ 6 അടി മണ്ണിലാണ്, അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അവരുടെ ഖബറിന്റെ ചാരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോകണേ, ഒരു സലാം പറയണേ, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ, പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട്, പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് വരണോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൈപിടിക്കണോ? കണക്ക് പറയാത്ത നല്ല മക്കളായി നിങ്ങൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകണോ? ആ മക്കളെ നല്ലതുപോലെ നിങ്ങൾ നോക്കണമെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപ്പയെ നിങ്ങളെ സ്നേഹിക്കണേ, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണേ, അവരോട് കരുണയോടെ വർത്തിക്കണേ. ഉമ്മയാണെങ്കിലോ പിന്നെ അതിനപ്പുറമാണ്, പറയേണ്ടതില്ല. ഉപ്പനെക്കാളും കുറച്ചുകൂടെ പവറുണ്ട് ജീവിതത്തിൽ. അവരാണ് ഗർഭം ധരിച്ചത്, അവരാണ് നൊന്ത് വേദനിച്ച് പ്രസവിച്ചത്, അവരാണ് മുലയൂട്ടിയത്. ഇതൊന്നും ഒരു ആണിന് പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഉമ്മാനോട് എന്നും സ്നേഹവും ബഹുമാനവും അടുപ്പവും മക്കൾക്കുണ്ടാകണം. ഇന്ന് ഏറ്റവും കൂടുതൽ, ഒരു പക്ഷെ ഉപ്പാനോട് മക്കൾക്ക് പേടിയുണ്ട് എങ്കിലും ഉമ്മാനോട് തീരെ ഭയമില്ലാത്ത, പേടിയില്ലാത്ത, അതപില്ലാത്ത രീതിയിൽ ഉമ്മാനോട് പെരുമാറുന്നവരുണ്ട്. പേര് വിളിച്ചിട്ടൊക്കെ സംബോധനം ചെയ്യുന്നവര്, പേര് വിളിച്ചിട്ട് ഉമ്മാനോട്, അതോ വീട്ടുകാരുടെ സമയത്ത് വലിയ സ്നേഹം, അതൊന്നും പറ്റൂല. തമാശക്ക് പോലും ഉമ്മാന്റെ പേര് വിളിക്കാൻ പറ്റൂല. ബഹുമാനാണ്, തമാശക്ക് പോലും. നമ്മൾ ചിലപ്പോ ഭയങ്കര രസമായിട്ട് വിളിക്കുന്നതായിരിക്കും, അവർക്ക് ഭയങ്കര ഹരായിക്കോട്ടെ, പറ്റൂല. അവിടെ ആ ബഹുമാനം എപ്പോഴും നിലനിർത്തണം. ഉമ്മ തന്നെ വിളിക്കണം, ഉമ്മ തന്നെ വിളിക്കണം. അവരുടെ മുന്നിൽ നടക്കാൻ പാടില്ല, അവരെ നിൽക്കുന്ന നേരെ തിരിക്കാൻ പാടില്ല. ചില മക്കളൊക്കെ, ഒരു പിതാവ് ഒരു മകന്റെ സങ്കടം പറഞ്ഞു. ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മോന്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി, എന്റെ റൂമിന്റെ പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ വന്നിട്ട് നോക്കുമ്പോ ഇവൻ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് കാല് രണ്ടും ടേബിളിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഒരു കാല് മറ്റേ കാലിന്റെ മുകളിൽ വെച്ചിട്ട് വർത്താനം പറയുന്ന ആരോടാണ്? ഉമ്മാനോട്. അതൊന്നും മക്കൾക്ക് പറ്റൂല. അത് പണ്ഡിതനായാലും പറ്റൂല, അത് വലിയാനും പറ്റൂല, സ്വഹാബിയായാലും പറ്റൂല. ആദരവ് ഉമ്മാനോട് ഉപ്പാനോട് കാണിച്ചില്ലെങ്കിൽ സ്വഹാബിയും അല്ല, വലിയും അല്ല, പണ്ഡിതനും അല്ല. ബഹുമാനമാണ് അവരോട്. അവര് ചിലപ്പോ സാധാരണക്കാരാണ്, അവര് നമ്മുടെ ഇടയിൽ ഒന്നിനും കൊള്ളാത്തവരാണ്. മറ്റുള്ളവരുടെ ഇടയിലൊക്കെ ബഹുമാനം അവർക്ക്, മറ്റുള്ളവരുടെ ഇടയിൽ അവർക്ക് വലിയ ബഹുമാനം ഉണ്ടാവില്ല. പക്ഷെ മക്കളാകുന്ന നമ്മള് ആ ബഹുമാനം കൊടുത്തിരിക്കണം, ആദരവ് കൊടുത്തിരിക്കണം, കരുണയോടെ നോക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടണം. നിങ്ങളുടെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാകണം. അതിന് ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനോട് നോക്കിയിട്ട് സലാം പറഞ്ഞിട്ട് ഇറങ്ങാം, കൈ പിടിക്കുക, ഇറങ്ങാം. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കേണ്ടത് ഉമ്മാനെയാണ്. ഇനി ഭാര്യയാണുള്ളതെങ്കിൽ ഭാര്യനെ കണ്ടപാട് പോയിട്ട് ഉമ്മാനെ കാണാം. ചിലപ്പോൾ വാതിൽ തുറന്നിരുന്ന ഭാര്യയായിരിക്കും. അത് വിചാരിച്ചിട്ട് ഓളെ മുഖത്തേക്ക് നോക്കാണ്ട് നേരെ പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി വന്നിട്ട് പിന്നെ ഭാര്യനെ കാണാം. അങ്ങനല്ല, തുറന്നു തരുന്നത് ഭാര്യയാണെങ്കിൽ ഓളോട് സലാം പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഉമ്മാനെ പോയി കാണണം. ചില മക്കളൊക്കെ ചിലപ്പോ വീട്ടിലേക്ക് കയറിയിട്ട് ഡ്രസ്സൊക്കെ പിന്നെ മാറ്റിയിട്ട് മൊബൈൽ ഇങ്ങനെ റിങ് അടിക്കുമ്പോഴാണ് ഉമ്മാക്കുന്നത്, കുറച്ചുകൂടി ഇവനെപ്പോഴാ വന്നത്, മകറിയില്ല മോനെപ്പോഴാ വന്നത് എന്നുള്ളത്. കാരണം മോൻ അടുത്ത് പോയിട്ട്, മോൾ അടുത്ത് പോയിട്ട്, സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികള് നേരെ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് സലാം പറയണം. ആ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം, സന്തോഷത്തോടെ ഒന്ന് ചിരിക്കണം, സലാം പറയണം. എന്ന പഠനത്തിൽ ഉയർച്ചയുണ്ടാകും, പരീക്ഷയിൽ വിജയം ഉണ്ടാകും. ഒരിക്കലും ഉമ്മാനെ ഉറപ്പിച്ചു പോകരുത്. രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാസ്ത പോലും തിരക്കിന്റെ പേര് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ചങ്ങാതിമാര് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ, ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ അവമതിച്ചുകൊണ്ട്, വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തട്ടിമാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തെ നിരാകരിച്ചുകൊണ്ട് തള്ളിയിട്ട് ചങ്ങാതിമാരെ കൂട്ടുപിടിച്ചു പോകുന്ന പൊമ്മക്കളുണ്ടെങ്കിൽ ആ കഴിക്കാതെ നിങ്ങളെ പോയിട്ട് കഴിക്കുന്ന ഭക്ഷണം അത് വിഷാണ്. ഉമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാതെ പുറത്തു പോയിട്ട് കഴിക്കുന്ന ഭക്ഷണം അത് വിഷാണ്, അത് വയറ്റേക്ക് വിഷാണ്, അത് ആത്മീയത നഷ്ടപ്പെടുത്തുന്നതാണ്.
അത് നിങ്ങളുടെ ഈമാനെ തകർക്കാൻ കാരണമാകുന്നതാണ്. ഒരു നേരം ഒന്ന് സങ്കടപ്പെട്ടു പോയാൽ എല്ലാം തകർന്നു പോകും, എല്ലാം തകർന്നു പോകും. അതുകൊണ്ട് പൊമ്മക്കളെ എത്ര തിരക്ക് പിടിച്ചു പോവാണെങ്കിലും രാവിലെ ഉറക്കം നനയിച്ചിട്ട് മക്കള് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തിന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും രസമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. ആ കയ്യിൽ നിന്നുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ 1000-ൽ അംശം പോലും ആകൂല നിങ്ങളെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന 1000-10,000 കൊടുത്ത് കിട്ടുന്ന തിന്നുന്നത്. അതറിയണമെങ്കിൽ പ്രവാസികളായ ആ മക്കളോട് ചോദിക്കണം, ഉമ്മാന്റെ ഫുഡിന്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന്. ഉമ്മാന്റെ വേദന എത്രത്തോളം ഉണ്ട്, ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ പ്രവാസികളായ ആൺകുട്ടികളോട് ചോദിക്കണം. അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടാൽ മതി അവിടെ കൊണ്ടുപോയിട്ട് റൂമെന്ന്, എന്നാ പോലും പറയും സുബ്ഹാനല്ലാഹ് ഇതിന്റെ കഷ്ടപ്പാട് ഇവിടെ പ്രവാസ ലോകത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത്. എന്തുകൊണ്ട് ഇത്രമാത്രം ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ട് എന്റെ ഡ്രസ്സ് ഇറക്കി തരാൻ, എന്നെ ഒരുക്കി അയക്കാൻ. ഒരിക്കലും ആ ഉമ്മയെ വേദനിപ്പിക്കരുത്. എന്ത് പറഞ്ഞാലും ഉമ്മാന്റെ മുഖത്തേക്ക് ചിരിയോടെയല്ലാതെ പുഞ്ചിരിയോടെയല്ലാതെ സ്നേഹത്തോടെയല്ലാതെ ഒരു മക്കളും നോക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം പറഞ്ഞ് കൈ പിടിച്ചിട്ട് ചിരിച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് ഇറങ്ങുക. വീട്ടിലേക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി പോകുന്ന നേരത്ത് ഉമ്മ ഉറങ്ങിയിട്ടില്ല എങ്കിൽ ഉമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഉമ്മ ഞാൻ ഉറങ്ങിക്കോട്ടെ, ഞാൻ ഉറങ്ങാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോയി ഉറങ്ങേ. ആ ഉറക്കിൽ ബർക്കത്തുണ്ട്, അതിൽ ആരോഗ്യം കിട്ടും, അതിൽ സമാധാനം കിട്ടും. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാണ്, ഒരിക്കലും നിങ്ങളെ ചിലപ്പോൾ വീട്ടിൽ വെച്ചിട്ട് പല ചീത്തയും ഉമ്മമാരെ പറയും, ദേഷ്യം പിടിച്ചിട്ട് പലതും നിങ്ങളോട് പറയും. ഏതെങ്കിലും ഒരു നാൾ ചിലപ്പോൾ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഉമ്മാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി, അന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയെന്ന് വെച്ചോളൂ. അന്ന് രാത്രിയിൽ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, മക്കൾ കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് വേണ്ട, എന്റെ മക്കൾ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. രാത്രിയിൽ ഉറക്കുന്ന വിളിക്കണ്ട അതിലോട്ട് തല വെച്ചിട്ട് പേന് നോക്കുന്ന ചില ഉമ്മമാരുണ്ട്. പാതിരാത്രിയൊക്കെ മക്കളെ നോക്കുകയാണ്, തലോടെയാണ്, സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സമാധാനത്തോടെ എന്റെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാതിരാ നേരത്ത് പോലും പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ, അത് നമ്മുടെ ഉമ്മമാരാണ്. അവരെ കൈവിടരുത്, അവരെ ചേർത്ത് പിടിക്കണം, അവരെ മുഖത്തേക്ക് നോക്കണം. അറിയൂടാ നിനക്ക് നീ ഇന്ന് പെറ്റ് വീണ കഴിഞ്ഞപ്പോ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഞരമ്പും 7 കിലോമീറ്റർ വരെയുള്ള, ഓർമ്മ ശരിയാണെങ്കിൽ 7 കിലോമീറ്റർ വരെയുള്ള ഞരമ്പ് മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ ഞരമ്പുകള് മുഴുവനും ചൂട് പിടിച്ചിട്ട് തളർന്നു പോവാണ്, ഒന്നും ബാക്കിയില്ല, എല്ലാം തളർന്നുപോയി, എല്ലാം തകർന്നുപോയി, ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം തളർന്നുപോയി. ഒരൽപ്പം നേരം ഇങ്ങനെ ആശ്വാസം കിട്ടിയിട്ട് കണ്ണിങ്ങനെ തുറന്നപ്പോ ഉമ്മ ആദ്യം കാണേണ്ടത് നിന്റെ മുഖത്തെയാണ്. 9 മാസവും ചില്ലറ ദിവസവും വയറ്റത്ത് വെച്ച് കൊണ്ട് നടന്നിട്ട് പ്രസവിച്ചു വീണ് ആ വേദന അനുഭവിച്ചിട്ട് പ്രസവിച്ചിട്ട് ഇന്നിപ്പിടെ ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ബോധം തെളിഞ്ഞു വന്നപ്പോ ആദ്യം കാണാൻ ആഗ്രഹിച്ച മുഖം നിങ്ങളുടെ മുഖാണ്. ആ മുഖത്തെയാണ് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വെച്ചത്. ഈ കാണുന്ന നമ്മുടെ മുഖത്തെയാണ് നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന പ്രായത്തിലെത്തിയിട്ടില്ല. ചോര പൈതലായിട്ട് മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഉമ്മ മടിയിൽ വെച്ചിട്ട് നമ്മളോട് പലതും വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കിയിട്ട് രാത്രിയിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങിയ ഉമ്മ പാതിരാ നേരത്ത് മുലപ്പാലിന് വേണ്ടിയിട്ട് കരഞ്ഞപ്പോ ആ ഉമ്മ കുഞ്ഞിനെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് കടന്നിട്ട് പാല് തന്നില്ല. കാരണം ചിലപ്പോൾ തലച്ചോറിൽ പിടിച്ചിട്ട് കട്ട പിടിച്ചിട്ട് എന്റെ കുഞ്ഞ് മരിച്ചുപോയാലോ എന്ന് പേടിച്ചിട്ട് രാത്രിയിൽ ഇരുന്നിട്ട് പാല് തരുമ്പോഴും ആ ഗാഠമായ ഉറക്കിനിടയിലും ആ ഉമ്മ നോക്കുന്നത് ഈ ചോര പൈതലിന്റെ മുഖത്തേക്കാണ്. ആ മുഖത്ത് നോക്കിയിട്ടാണ് ഇന്ന് ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല. ഇന്ന് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റണില്ല. ഇന്ന് നിങ്ങൾക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു പുഞ്ചിരിയോടെ ഉമ്മാനെ സന്തോഷിപ്പിക്കുന്ന നോട്ടം നോക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ദുഷിച്ചവരും നഷ്ടപ്പെട്ടവരും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ്. പരിശുദ്ധ ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമലുകൾ ചുരുങ്ങിയാലും കുഴപ്പമില്ല, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം, അവരുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കണം. അവരുടെ മുഖത്തേക്കുള്ള നോട്ടം അത് ഇബാദത്താണ്, അതിന് പുണ്യമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മരിക്കുന്നത് വരെ അവരോട് നല്ല സ്നേഹമുള്ള മക്കളാകണേ, അവരെ ചേർത്ത് പിടിക്കുന്നവരാകണേ, അവരെ കരയിപ്പിക്കാത്തവരാകണേ, അവരെ ഉറക്ക് കളയാത്ത മക്കളാകണേ. എത്ര വലിയ കാമുകനാണ് നിനക്കുള്ളത് എങ്കിലും മോളെ, പെറ്റ ഉമ്മ തരുന്ന സ്നേഹത്തിന് പകരം 1000 കൊല്ലം അല്ലെങ്കിൽ 10,000 കൊല്ലം നിന്നെ തലയിൽ വെച്ച് നടന്നാലും കാമുകൻ ആ സ്നേഹം തരാനാകൂല മോളെ. അവനൊരിക്കലും ഉമ്മാക്ക് പകരമാകില്ല. അതുകൊണ്ട് 10-20 വയസ്സിലേക്ക് അടുക്കുമ്പോ
ഏതെങ്കിലും കോളേജ് ക്യാമ്പസുകളിൽ വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീടുകളിൽ വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിൽ വെച്ചോ, ഏതെങ്കിലും ചെറുപ്പക്കാരൻ നോക്കിയെന്ന് വെച്ചിട്ട് അവന്റെ ഹൃദയം കൈമാറല്ല പങ്ങളെ. സമയമാകുമ്പോ നല്ലൊരു ജീവിതത്തിലേക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഉമ്മാക്ക് അറിയാത്തത് കൊണ്ടല്ല, ഉപ്പാക്ക് അറിയാത്തത് കൊണ്ടല്ല, നിന്നെക്കാളേറെ നല്ല ബന്ധത്തിന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപ്പയാണ്, ഉമ്മയാണ്. ആ ബന്ധത്തെ വലിച്ചെറിഞ്ഞ് ഇന്നലകളിൽ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ള കാമുകന് സ്ഥാനം കൊടുക്കല്ലേ, അവന് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കല്ലേ. ഉപ്പാനെയും ഉമ്മാനെയും മറന്നുകൊണ്ട് മറ്റൊരു ബന്ധം ആഗ്രഹിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എങ്കിൽ അവരൊരിക്കലും ഗുണം പിടിക്കൂല, അവരെ നന്മയിലാവുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ, അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയാനകരമായ ശിക്ഷ അനുഭവിക്കുന്നത് 3 പേരാണ്. ഒന്ന് വ്യഭിചാരിയാണ്, മറ്റൊന്ന് അല്ലാഹുവിൽ പങ്കുചേർത്തവരാണ്, മറ്റൊന്ന് മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചവരാണ്, വേദനിപ്പിച്ചവരാണ്, അവരെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. സൂക്ഷിക്കണേ. മരിക്കുവോളം നമുക്ക് പറയിലെത്തുന്ന നേരത്തൊന്ന് നിർത്തി വിളിക്കാൻ ഉമ്മ കൂടെ ഉണ്ടാകണം, ഉപ്പ കൂടെ ഉണ്ടാകണം. അതിന് ഉമ്മാനെയും ഉപ്പാനെയും ചേർത്ത് പിടിക്കുന്ന മക്കളാകണം, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാകണം, അവരെ കെയർ ചെയ്യുന്നവരാകണം, അവരെ ആദരിക്കുന്നവരാകണം, അവരെ സ്നേഹിക്കുന്നവരാകണം. എല്ലാറ്റിനേക്കാളും ഏറെ അവരോട് നിനക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ടാകണം മോനെ. അങ്ങനെയാൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതാണ്. അല്ലാഹുവേ, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്കിലും എന്റെ എനിക്ക് ജന്മമുണ്ടായിട്ടുള്ളത് കാസർഗോഡാണ്. എന്റെ ഉമ്മയും ഉപ്പയൊക്കെ ജീവിച്ചതും വളർന്നതും എന്നെ വളർത്തിയതൊക്കെ കാസർഗോഡാണ്. അല്ലാഹുവേ, ഇന്നിവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ കാരുണ്യത്തോടെ നോക്കണമെന്നും അവരോട് കരുണയോടെ വർത്തിക്കണമെന്നുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനത്തെ ഞാനിവിടെ പഠിപ്പിച്ച് ഇവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോ അല്ലാഹുവേ, എനിക്ക് ജന്മം നൽകി എന്റെ ഉമ്മ ഇന്ന് 6 അടി മണ്ണിലാണ്. പടച്ചോനെ, നീ ഖബർ വിശാലമാക്കണയല്ലോ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണയല്ലോ. നേരം വൈകിയത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന നേരത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഇന്ന് പറ്റിയിട്ടില്ല. നാളെ ഇതിന്റെ പരിസരത്ത് തന്നെയാണ് വരാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ വന്നുകൊണ്ട് ഉമ്മാന്റെ ഖബറിനടുത്ത് പോകണമെന്ന് ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇൻഷാ അല്ലാഹ് ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണയല്ലോ. ഒരിക്കോളം പടച്ചോനെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നൽകണയല്ലോ. ജീവിച്ചിരിപ്പുള്ള ഉപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണമല്ലോ. ഇവിടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന 100 കണക്കിന് ആളുകൾ, ആണുങ്ങള്, പെണ്ണുങ്ങള്, ഉലമാക്കള്, ഉമറാക്കള്, നേതാക്കന്മാര്, പല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘാടകര്, അല്ലാഹുവേ, ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണമല്ലോ. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ആരൊക്കെയുണ്ടോ അവരുടെ ഖബറുകൾക്ക് നീ വെളിച്ചം നൽകണമല്ലോ, വിശാലത നൽകണമല്ലോ, സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണമല്ലോ. ഇനി ഇവിടെ ബക്കറ്റ് വരാൻ വേണ്ടി ബക്കറ്റ് പോയോ? ഇനി ആണുങ്ങൾ ഇൻഷാ അല്ലാഹ് മുസാഫഹത്ത് ചെയ്യുന്ന നേരത്തായാൽ പോലും ഒരു 10 രൂപ നിങ്ങൾ എടുത്തിട്ട് കയ്യിലേക്ക് തരുന്ന നേരത്തും ഉപ്പാനിമാനെ ഓർക്കണം. അതിൽ ഉപ്പാനിമാനെ ഓർമ്മ വരണം. അതിന് നിങ്ങളെ വെള്ളിയാഴ്ച നേരത്ത് മുന്നിലൂടെ വരുന്ന ഭണ്ഡാരപ്പെട്ടിയായാൽ പോലും, ഉരുണ്ട് തള്ളി വിടുന്ന ഭണ്ഡാരപ്പെട്ടിയായാൽ പോലും അതിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ പോലും ഉപ്പാനിമാനെ ഓർക്കണം.